പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ പോപ്പുലേഷൻ എന്താണെന്ന് പഠിച്ചു, അതേപോലെ സാമ്പിൾ എന്താണെന്ന് പഠിച്ചു, വേരിയബിൾസ് എന്താണെന്ന് പഠിച്ചു, അതേപോലെ ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്. ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി, ഓർഡിനൽ സ്കെയിൽ എന്താണെന്ന് മനസ്സിലാക്കി, കാർഡിനൽ സ്കെയിൽ എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഈ ക്ലാസ്സിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഡാറ്റ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡാറ്റകൾ പ്രധാനപ്പെട്ടായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം: പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. അപ്പോൾ ഡാറ്റ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഡാറ്റ എന്താണ്? ഡാറ്റ എന്ന് പറയുന്നത് റോ ഫാക്ട്സ് ആണ്. നമുക്ക് ലഭിക്കുന്ന റോ ഫാക്ട്സിനെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന റോ ഫാക്ട്സ്. അത് റോ ഫാക്ട്സ് എങ്ങനെ ലഭിക്കും? അത് എക്സിസ്റ്റിംഗ് സോഴ്സസ് നിന്ന് ലഭിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തതരമായിട്ടുള്ള എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് അവിടെ നിന്നും കിട്ടും. അപ്പോൾ ഈ ഡാറ്റേനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം: പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. അപ്പോൾ നമുക്ക് സോഴ്സ് ബേസ്ഡ് ഓൺ ദി സോഴ്സസ് ഓഫ് കളക്ഷൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ മേ ബി ക്ലാസിഫൈഡ് ആസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. അതായത് നമുക്ക് ലഭിക്കുന്ന സോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്, നമുക്ക് ഏത് സോഴ്സിൽ നിന്നാണോ ഡാറ്റ ലഭിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാറ്റയെ പ്രൈമറി ഡാറ്റ എന്നും സെക്കൻഡറി ഡാറ്റ എന്നും വേർതിരിക്കുന്നത്. Primary data are those which have to be collected by the investigator for the first time for his or her own purpose. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റിഗേറ്റർ അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്നത്. അതൊരു സ്പെഷ്യൽ പർപ്പസിന്, ഓൻ്റെ തന്നെ ഒരു പർപ്പസ് ഉണ്ടാവും, ഒരു ഉദ്ദേശം ഉണ്ടാവും. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ അയാളുടെ സ്വയം ആവശ്യത്തിന് ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണെന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പബ്ലിഷ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പബ്ലിഷ് ആവാത്തതോ ആയിട്ടുള്ള സോഴ്സസ് ഉണ്ടാവും. പലതരം സോഴ്സസ് ഉണ്ടാവും. അത് മാഗസീനുകളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പബ്ലിഷും അൺപബ്ലിഷ് ആയിട്ടുള്ള സോഴ്സസ് നിന്ന് കിട്ടുന്നതാണ് സെക്കൻഡറി ഡാറ്റ. അതായത് നിലവിലുള്ള സോഴ്സസ് നിന്ന് ലഭിക്കുന്നതാണ് സെക്കൻഡറി ഡാറ്റ. പക്ഷേ ഈ സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കളക്ട് ചെയ്തതായിരിക്കും, വേറെ ആരെങ്കിലും അവരുടെ ആവശ്യത്തിന് വേണ്ടി കളക്ട് ചെയ്തതായിരിക്കും. അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരാൾ കളക്ട് ചെയ്ത ഡാറ്റ അത് പബ്ലിഷ് ചെയ്ത സോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാത്ത സോഴ്സിൽ നിന്നോ എടുക്കുന്നതിനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ആക്ച്വലി സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും, അല്ലേ? ആദ്യം വേറൊരാളത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ട വിധത്തിലായിരിക്കില്ല അത്. നമുക്ക് ഏത് വിധത്തിൽ, ഏത് രീതിയിലാണോ അല്ലെങ്കിൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും ആയിരിക്കില്ല അത് കിട്ടുന്നത്. അപ്പോൾ ഡാറ്റേനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം: പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റർ അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്നത്, അതൊരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അയാൾ കളക്ട് ചെയ്യുന്നത്. അതിനെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്തതിനോ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാത്തതോ ആയിട്ടുള്ള പല സോഴ്സസിൽ നിന്നും നിലവിലുള്ള ഡാറ്റേനെ എടുക്കുന്നതിനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തെന്ന് നോക്കാം. അതിനെ കമ്പയർ ചെയ്ത് നോക്കാം. കമ്പാരിസൺ ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്താണ്? ഇറ്റ് ഈസ് ഒറിജിനൽ ഇൻ നേച്ചർ. പക്ഷേ സെക്കൻഡറി ഡാറ്റ ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഒറിജിനൽ ഇൻ നേച്ചർ. പ്രൈമറി ഡാറ്റ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് റോ മെറ്റീരിയൽസ്. സെക്കൻഡറി ഡാറ്റ ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. അതായത് വേറൊരാൾ ചെയ്ത് വെച്ച് ഫിനിഷ് ചെയ്ത രീതിയിലായിരിക്കും അതിലുള്ളത്. അടുത്തത് കളക്ഷൻ ഇൻവോൾവ്സ് മോർ മണി ആൻഡ് ടൈം. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് സമയവും വേണം, അതേപോലെ തന്നെ സാമ്പത്തികവും വേണം. പക്ഷേ സെക്കൻഡറി ഡാറ്റ ആണെങ്കിൽ ഇറ്റ് റിക്വയർസ് ലെസ് ടൈം ആൻഡ് മണി. എന്തുകൊണ്ടാണ്? വേറൊരാൾ കളക്ട് ചെയ്ത് എടുക്കുന്നതല്ലേ. അടുത്തത് പ്രൈമറി ഡാറ്റ ആണെങ്കിൽ ട്രെയിനീഡ് പേഴ്സൺസ് ആർ റിക്വയർഡ് ഫോർ ഡാറ്റ കളക്ഷൻ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ ട്രെയിനിങ് ലഭിച്ച ആൾ തന്നെ വേണം.
ഇൻവെസ്റ്റിഗേറ്ററിന് നല്ല ട്രെയിനിങ് ലഭിച്ചിരിക്കണം. സെക്കൻഡറി ഡാറ്റ ആണെങ്കിൽ ദ ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് ബി വിജിലൻറ്റ് വൈൽ കളക്ടിങ് സെക്കൻഡറി ഡാറ്റ. ഇൻവെസ്റ്റിഗേറ്ററിന് കുറച്ച് വിജിലൻ്റ് ആയാൽ മതി, എന്നുവെച്ചാൽ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. സെക്കൻഡറി ഡാറ്റയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. പ്രൈമറി ഡാറ്റ ആഫ്റ്റർ യൂസ് ബിക്കം സെക്കൻഡറി ഡാറ്റ. ഇപ്പോൾ ഈ പ്രൈമറി ഡാറ്റ നമ്മൾ ഉപയോഗിച്ച ശേഷം അത് അവിടെ തന്നെ വെക്കുന്നുണ്ട്. അതിൽ നിന്ന് വേറൊരാൾ എടുക്കുമ്പോഴേക്കും അതെന്തായിട്ട് മാറി? സെക്കൻഡറി ഡാറ്റയായിട്ട് മാറി. അപ്പോൾ പ്രൈമറി ഡാറ്റ ആഫ്റ്റർ യൂസ് ബിക്കം സെക്കൻഡറി ഡാറ്റ. നമ്മൾ ഉപയോഗിച്ച ശേഷം അതെന്തായിട്ട് മാറുന്നുണ്ട്? സെക്കൻഡറി ഡാറ്റയായിട്ട് മാറുന്നുണ്ട്. സെക്കൻഡറി ഡാറ്റ കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു പ്രൈമറി ഡാറ്റ. ഇപ്പോൾ സെക്കൻഡറി ഡാറ്റനെ ഒരിക്കലും പ്രൈമറി ഡാറ്റയായിട്ട് മാറ്റാൻ കഴിയില്ല. കാരണം അത് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് തന്നെ വേറൊരാൾ ഉപയോഗിച്ചതിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ അതിനെ പ്രൈമറി ഡാറ്റയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത നമുക്ക് ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും എന്ന് പറഞ്ഞാൽ എന്തെന്ന് നോക്കാം. അത് ക്വസ്റ്റ്യനെയർ നോക്കാം. ക്വസ്റ്റ്യനെയർസ് ആൻഡ് ഷെഡ്യൂൾസ് ആർ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ ഓർഡർ സോ ആസ് ടു കളക്ട് ഇൻഫർമേഷൻ ഫോർ എ സ്പെസിഫൈഡ് പർപ്പസ്. ദ പർപ്പസ് മേ ബി സിംഗിൾ ഓർ മൾട്ടിപ്പിൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, കുറേ ക്വസ്റ്റ്യൻസ് ആണ്, ക്വസ്റ്റ്യൻസിൻ്റെ ഗ്രൂപ്പ്. അവ പ്രത്യേകിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഇൻ ലോജിക്കൽ ഓർഡർ. ലോജിക്കലായിട്ടുള്ള ഒരു ഓർഡർ പ്രകാരം, ലോജിക്കലായിട്ടുള്ള ഒരു ഓർഡർ പ്രകാരം അത് അറേഞ്ച് ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്താണ്? ക്വസ്റ്റ്യനെയർ ഷെഡ്യൂളും. ആ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുന്നത് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും ഉണ്ടാക്കുന്നത് എപ്പോഴും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഉണ്ടാക്കുന്നത്. ക്വസ്റ്റ്യനെയറിൻ്റെ മലയാളം എന്ന് എന്തായിരിക്കും? ചോദ്യാവലി. ഷെഡ്യൂളിനെ നമ്മൾ ഷെഡ്യൂൾ എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനെയർ എന്തെന്ന് ഒന്ന് വിശദമായിട്ട് നോക്കാം. എ ക്വസ്റ്റ്യനെയർ ഈസ് യൂഷ്വലി മെയിൽഡ് ബൈ പോസ്റ്റ് ഓർ ബൈ ഇമെയിൽ ടു സെലക്റ്റഡ് ഇൻഫോർമാൻസ്. ഇൻഫോർമാൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇൻഫർമേഷൻ തരുന്ന ആളിനെയാണ് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനെയർ ഒരാൾക്ക് ഒന്നെങ്കിൽ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്നത്, ഒരാൾക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇമെയിലായിട്ട് അയച്ചു കൊടുക്കുന്നത്. ചോദ്യാവലിയെ നമ്മൾ നേരിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നതല്ല. അത് വേണമെങ്കിൽ നമുക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കാം ചോദ്യാവലിനെ, അല്ലെങ്കിൽ ഇമെയിലായിട്ട് അയച്ചു കൊടുക്കാം. ആർക്കാണ് അയച്ചു കൊടുക്കുന്നത്? ഇൻഫർമേഷനാണ് അയച്ചു കൊടുക്കുന്നത്. ആരാണോ നമുക്ക് വിവരം തരേണ്ടത് അല്ലെങ്കിൽ ഇൻഫർമേഷൻ തരേണ്ടത് അവരെ പറയുന്നത് ഇൻഫർമേഷൻസ്. അപ്പോൾ ഇൻഫർമേഷൻസിന് ക്വസ്റ്റ്യനെയർ ഒന്നെങ്കിൽ പോസ്റ്റലായിട്ട് അയക്കുന്നത് അല്ലെങ്കിൽ ഇമെയിലായിട്ട് അയക്കാം. ദ ഇൻഫർമേഷൻസ് ആർ allowed a specified time to fill up the questionnaire and have to return to the investigator. അപ്പോൾ ഈ ഇൻഫർമേഷന് നമ്മൾ ഇത് അയച്ചു കൊടുക്കുമ്പോൾ ഒരു കൃത്യമായിട്ട് സമയം കൊടുക്കണം. ഇത്ര ദിവസത്തിനകം ഞങ്ങൾക്ക് എത്തിക്കണമെന്ന് ഇൻവെസ്റ്റിഗേറ്റർ സമയം കൊടുക്കുക. ഇൻവെസ്റ്റിഗേറ്ററാണ് അയച്ചു കൊടുക്കുന്നത്. ചോദ്യാവലി അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ ഇൻഫർമേഷന് അയച്ചു കൊടുക്കുന്നത് ആരാണ്? ഇൻവെസ്റ്റിഗേറ്ററാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ അയച്ചു കൊടുക്കുമ്പോൾ അതിനൊരു ഒരു ടൈം പറയും. ഇത്ര ടൈമിൻ്റെ അകത്ത് നിങ്ങളത് പൂരിപ്പിച്ച് എനിക്ക് തിരിച്ച് ഏൽപ്പിക്കണമെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഹിയർ ദ ക്വാളിറ്റി ഓഫ് ഒബ്റ്റൈൻഡ് ഡാറ്റ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ഹോണസ്റ്റി ഓഫ് ദ ഇൻഫർമേഷൻസ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? അതായത് ചോദ്യാവലിക്കനുസരിച്ച് ഉത്തരം കിട്ടും. നമ്മൾ അയക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, നമ്മൾ ചോദ്യാവലിയിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ചോദ്യാവലിയിലെ ഗുണത്തിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം. അതേപോലെ തന്നെ ഈ ഉത്തരം എഴുതുന്ന ആളുടെ സത്യസന്ധതയെയും ബാധിക്കും. അത് ചില ചോദ്യത്തിനൊന്നും ഉത്തരം അവർ കറക്റ്റായിട്ട് എഴുതില്ല. ഉദാഹരണത്തിന് ഒരാളുടെ ഇൻകത്തിനെ പറ്റി ചോദിച്ചാൽ കൃത്യമായിട്ട് പറയില്ല. അതേപോലെ തന്നെ നമ്മളൊരു ചോദ്യം എഴുതുമ്പോൾ ഒരു ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ എല്ലാ ചോദ്യങ്ങളും വളരെ കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്ന വിധത്തിലായിരിക്കണം. അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണത്തിനനുസരിച്ചായിരിക്കും അവർ ആൻസർ കിട്ടുന്നത്. ഇവിടെ ആസ് ദ ഇൻഫർമേഷൻസ് ആർ ടു ബി ഫിൽ അപ്പ് ദ ഡാറ്റ ദേ ഷുഡ് ബി ലിറ്ററേറ്റ്. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഇൻ ദ കേസസ് വെയർ ദ ഇൻഫർമേഷൻസ് ആർ വൈഡ്ലി സ്കാറ്റേഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കുന്ന കേസിൽ എന്ന് പറഞ്ഞാൽ ഏത് കേസിലായിരിക്കും? ഇവിടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരം നമുക്ക് തരുന്ന ആൾക്കാർ ലിറ്ററേറ്റ് ആയിരിക്കണം, സാക്ഷരരായിരിക്കണം. അല്ലെങ്കിൽ അത് പൂരിപ്പിക്കാൻ കഴിയില്ല. നിരക്ഷരരുടെ മുമ്പിൽ നമ്മൾ ചോദ്യാവലി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പൂരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ ഇൻഫർമേഷൻസ് എന്തായിരിക്കണം? ലിറ്ററേറ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ കുറേ ദൂരം ഇങ്ങനെ സ്കാറ്റർ ആയിട്ടുള്ള ഗ്രൂപ്പിലെല്ലാം ഇത് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. അടുത്തടുത്തല്ല, നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ആൾക്കാർ വളരെ അടുത്തടുത്തൊന്നുമല്ല, വൈഡായിട്ട് സ്പ്രെഡായിട്ടുണ്ട്, ദൂരമായിട്ടാണ് ഉള്ളത്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ പോസ്റ്റലായിട്ട് അയക്കലോ ഇമെയിലായിട്ട് അയക്കുന്നതോ നല്ലതാണ്. അപ്പോൾ ഇതിന് മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണ്? വൺ ഓഫ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ദാറ്റ്
ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ ഈസ് ലാർജ്. അതായത് നമ്മൾ ക്വസ്റ്റ്യനെയർ അയച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ചിലപ്പോൾ അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് ചില ചോദ്യത്തിനൊന്നും ഉത്തരം അവർ പറയില്ല. അപ്പോൾ അവിടെ അവരുടെ സത്യസന്ധമായിട്ട് അവർ ഉത്തരം തന്നാൽ മാത്രമേ നമുക്ക് അതിനെ കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച ഗുണമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇൻകംപ്ലീറ്റ് ആൻസർ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ക്വസ്റ്റ്യനെയറിൽ. അടുത്തത് ഷെഡ്യൂൾ എന്താണെന്ന് നോക്കാം. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാലും ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ ഓർഡർ. ക്വസ്റ്റ്യനെയർ ആൻഡ് ഷെഡ്യൂൾ രണ്ടും, ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും എ ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അറേഞ്ച്ഡ് ഇൻ ലോജിക്കൽ മാനർ. അതായത് ഒരു കൂട്ടം ചോദ്യങ്ങൾ പിന്നെ ലോജിക്കലായിട്ട് അറേഞ്ച് ചെയ്തതിനെയാണ് ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. പക്ഷേ ഷെഡ്യൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻഫർമാൻസ് പൂരിപ്പിക്കുന്നതല്ല, ഇൻവെസ്റ്റിഗേറ്റർ സ്വയം ഈ ക്വസ്റ്റ്യനെയർ ഈ ചോദ്യാവലി എടുത്തിട്ട് പോകുന്നതാണ്. ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞുകൂടാ, ഷെഡ്യൂൾ എടുത്തിട്ട് പോകുന്നതാണ്. അവിടെ ക്വസ്റ്റ്യനെയറിലാണെങ്കിൽ ഇൻഫർമാൻസ് സ്വയം എഴുതുകയാണ്. പക്ഷേ ഇവിടെയോ ഷെഡ്യൂൾ ആണെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ഈ ഷെഡ്യൂൾ എടുത്തിട്ട് പോയിട്ട് അയാൾ ചോദിച്ച് മനസ്സിലാക്കി അയാളാണ് എഴുതുന്നത്. അപ്പോൾ ഈ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇൻഫർമൻസ് വൈഡായിട്ട് സ്പ്രെഡായിട്ട്, അതായത് സ്കാറ്റർ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ കുറേ ദൂരമായിട്ട് സ്കാറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഈ ഷെഡ്യൂൾ പ്രായോഗികമല്ല. ഷെഡ്യൂൾ പ്രായോഗിക എവിടെയാണ്? അതായത് വളരെ അടുത്തടുത്താണ് ഇൻഫർമൻസ് ഉള്ളത്. ഇൻഫർമൻസ് എല്ലാം വളരെ അടുത്തടുത്തുണ്ടെങ്കിൽ, അതേപോലെ തന്നെ അവർ ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ, ഇൻഫർമൻസിന് എഴുതാൻ അറിയില്ല അല്ലെങ്കിൽ നിരക്ഷരരാണ്, അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഷെഡ്യൂളാണ് ഏറ്റവും നല്ല ഉപയോഗപ്രദമായിട്ടുള്ള രീതി. ഷെഡ്യൂളിൽ എന്തുകൊണ്ടാണ് ഉപയോഗപ്രദമായിട്ടുള്ള രീതി എന്ന് പറയുന്നത്? അവിടെ ഇൻവെസ്റ്റിഗേറ്ററാണ് ഇൻവെസ്റ്റിഗേറ്റർ പോയിട്ട്, അതായത് അയാളെ സമീപിച്ചിട്ട്, ഇൻഫർമാൻസിനെ സമീപിച്ചിട്ട് വിവരങ്ങൾ ശേഖരിച്ചിട്ട് അയാൾ സ്വയം പൂരിപ്പിക്കുക ചെയ്യുന്നത്. ഷെഡ്യൂളിൽ അയാൾ സ്വയം പൂരിപ്പിക്കുന്നു. ഇൻവെസ്റ്റിഗേറ്ററാണ് കളക്ട് ചെയ്യുന്നത്. These questions may not be detailed manner as questionnaire. It may not contain explanatory footnotes or explanation of terms used. This set of questions used for data collection is termed as schedule. In the case, questionnaire itself can be used as a schedule. അപ്പോൾ ചോദ്യാവലിയിലുള്ള പോലെ വളരെ വിശദമായിട്ടുള്ള ചോദ്യങ്ങളും ഇന്ന് ഇതിലുണ്ടാവില്ല. കാരണം ഒരു ചോദ്യം കൊടുത്തിട്ട് അതിൻ്റെ വിശദീകരണം, കൂടുതലായിട്ടുള്ള വിശദീകരണം ആണെങ്കിൽ ഒരു സ്റ്റാർ കൊടുത്തിട്ട് താഴെ വിശദീകരിക്കുന്നത് വെച്ചോളൂ. മേലെ ഒരു ചോദ്യം ഇടുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാവാത്തവർക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫൂട്ട് നോട്ട് പറഞ്ഞാൽ താഴെ രണ്ടാമത് സ്റ്റാർ ഇട്ടിട്ട് എഴുതുന്നതാണ് ഫൂട്ട് നോട്ട് വരുന്നത്. അങ്ങനെ ഫൂട്ട് നോട്ടെല്ലാം ഉണ്ടാവും ചോദ്യാവലിയിൽ. പക്ഷേ ഷെഡ്യൂളിൽ അതൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇൻഫർമാൻസ് സ്വയം പൂരിപ്പിക്കുന്നതല്ല, അത് ഇൻവെസ്റ്റിഗേറ്റർ എടുത്തു കൊണ്ടുപോകുന്ന സാധനമാണ് ആ ചോദ്യങ്ങൾ. അപ്പോൾ ഇൻഫർമാൻസിന് സ്വയം എഴുതാത്തത് കൊണ്ട് ഇത് ക്വസ്റ്റ്യനെയർ ഈ ഇൻവെസ്റ്റിഗേറ്ററാണ് കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അതിൽ എഴുതേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? അയാളും കൂടിയിട്ടാണ് ഈ ചോദ്യാവലി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് അറിയാം. അപ്പോൾ അതാണ് ഷെഡ്യൂൾ. അപ്പോൾ ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായോ? നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ. കമ്പാരിസൺ ബിറ്റ്വീൻ എ ക്വസ്റ്റ്യനെയർ ആൻഡ് ഷെഡ്യൂൾ. ആദ്യം ക്വസ്റ്റ്യനെയർ നോക്കാം. ഇറ്റ് ഈസ് ഓഫൺ സെൻഡ് ബൈ പോസ്റ്റ്. അപ്പോൾ ക്വസ്റ്റ്യനെയർ എങ്ങനെയാണ് അയക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ്? ഒന്നെങ്കിൽ പോസ്റ്റലായിട്ട് അല്ലെങ്കിൽ ഇമെയിലായിട്ടാണ് അയക്കുന്നത്. ഷെഡ്യൂൾ എന്യൂമറേറ്റേഴ്സ് ക്യാരി ദ ഷെഡ്യൂൾ പേഴ്സണലി ടു ദ ഇൻഫർമാൻസിൻ്റെ അടുത്ത് എന്യൂമറേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ, അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇൻവെസ്റ്റിഗേറ്ററും എന്യൂമറേറ്ററും രണ്ടും ഒന്ന് തന്നെയാണ്. എന്യൂമറേഷൻ ചെയ്യുന്ന ആൾ എന്യൂമറേറ്റർ, ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആൾ ഇൻവെസ്റ്റിഗേറ്റർ. അപ്പോൾ അവർ സ്വന്തം അത് എടുത്തിട്ട് ഇൻഫർമാൻസിൻ്റെ അടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യനെയറിൻ്റെ രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? ആൻസേഴ്സ് ആർ ഫിൽഡ് ബൈ ദ റെസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻഫർമാൻസ് അല്ലേ, വിവരം തരുന്ന ആൾ. അപ്പോൾ ക്വസ്റ്റ്യനെയറിൽ ആൻസേഴ്സ് എല്ലാം എഴുതുന്നത് ഇൻഫർമാൻസ് അല്ലെങ്കിൽ റെസ്പോണ്ടൻ്റ് ആണ്. പക്ഷേ ഷെഡ്യൂളിലാണെങ്കിലോ ആൻസേഴ്സ് ആർ ഫിൽഡ് ബൈ എന്യൂമറേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. അത് രണ്ടും ഒന്ന് തന്നെയാണ്. മൂന്നാമത്തത് ക്വസ്റ്റ്യനെയറിൻ്റെ പോയിൻ്റ്, ഇൻഫർമാൻസ് ആർ ടു ബി ലിറ്ററേറ്റ്. ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കണമെങ്കിൽ ഇൻഫർമാൻസ് ലിറ്ററേറ്റ് ആയിരിക്കണം. ഷെഡ്യൂൾ ഉപയോഗിക്കണമെങ്കിൽ ഇൻഫർമാൻസ് നീഡ് നോട്ട് ബി ലിറ്ററേറ്റ്. അവിടെ ലിറ്ററേറ്റ് ആവണമെന്നില്ല. ക്വസ്റ്റ്യനെയറിൻ്റെ സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് സിൻസിയറിറ്റി ഓഫ് ദ ഇൻഫർമാൻസ്. ക്വസ്റ്റ്യനെയറിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ചോദ്യത്തിൻ്റെ നിലവാരവും അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് സിൻസിയറിറ്റി ഓഫ് ദ ഇൻഫർമാൻസ്. അപ്പോൾ ഇൻഫർമാൻറ്റിൻ്റെ ഹോണസ്റ്റിയും അതേപോലെ തന്നെ അയാളുടെ ഈ
ചോദ്യാവലിയുടെ ക്വാളിറ്റിയിലാണ് അതിൻ്റെ സക്സസ് കിടക്കുന്നത്. ഷെഡ്യൂളിൻ്റെത് അങ്ങനല്ല. സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹോണസ്റ്റി ആൻഡ് കോമ്പിറ്റൻസ് ഓഫ് ദ എന്യൂമറേറ്റർ. ഷെഡ്യൂൾ വിജയിക്കണമെങ്കിൽ, ഷെഡ്യൂളിൽ നല്ല പ്രതീക്ഷിച്ച പോലെ നമുക്ക് വിജയം കിട്ടണമെങ്കിൽ അത് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അത് എന്യൂമറേറ്ററിൻ്റെ ഹോണസ്റ്റിനെയും അതേപോലെ അയാളുടെ കഴിവ്, അയാളുടെ കോമ്പിറ്റൻസിനെയും ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ക്വസ്റ്റ്യനെയറിൻ്റെത് ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ ഈസ് മോർ. അതായത് ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ക്വസ്റ്റ്യനെയറിൽ. എന്തുകൊണ്ട്? അവർ ഇൻഫർമേഷൻസ് സ്വയം പൂരിപ്പിക്കുന്നതുകൊണ്ട്. പക്ഷേ ഇതിലാണെങ്കിൽ, ഷെഡ്യൂളാണെങ്കിൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ ഈസ് ലെസ് ആസ് എന്യൂമറേറ്റർ എക്സ്പ്ലെയിൻ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്യൂമറേറ്റർ പോയിട്ട് സ്വയം ആ ചോദ്യാവലികൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അയാളാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതുകൊണ്ട് അതിൽ ഇൻഫർമേഷൻ ഇൻകംപ്ലീറ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഒരു നല്ല ചോദ്യാവലിക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. സ്ഥിരമായിട്ട് വരുന്ന പരീക്ഷയ്ക്ക് എല്ലാ കൊല്ലവും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, വാട്ട് ആർ ദ റിക്വസിറ്റ്സ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ? ഒരു നല്ല ചോദ്യാവലിക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെ? റിക്വസിറ്റ്സ്, ഗുണങ്ങൾ. വാട്ട് ആർ ദ റിക്വസിറ്റ്സ്? ആവശ്യം വേണ്ട ഗുണങ്ങൾ. ഒരു നല്ല ചോദ്യാവലിക്ക് ആവശ്യം വേണ്ട ഗുണങ്ങൾ എന്തൊക്കെ? വാട്ട് ആർ ദ റിക്വസിറ്റ്സ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ? While preparing a questionnaire, we have to keep in mind the following points. അപ്പോൾ ഒരു ചോദ്യാവലി ഉണ്ടാക്കുമ്പോൾ താഴെ പറയുന്ന പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ ഒന്നാമത്തെ എന്താണ്? ക്വസ്റ്റ്യൻ ഷുഡ് ബി capable ഓഫ് ജനറേറ്റിംഗ് ഓൾ റിക്വയർഡ് ഇൻഫർമേഷൻ. നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം കിട്ടത്തക്ക വിധത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉൾപ്പെടുത്തേണ്ടത്. നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം ലഭിക്കത്തക്ക വിധത്തിലുള്ള ചോദ്യങ്ങളായിരിക്കണം നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. രണ്ടാമത്, ലാംഗ്വേജ് ആൻഡ് വേർഡിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി കൺവീനിയൻറ്റ് ടു ദ ഇൻഫർമൻറ്റ്. അപ്പോൾ നമ്മൾ എഴുതുന്ന ലാംഗ്വേജ് ഉണ്ടല്ലോ, അതിലെഴുതുന്ന ലാംഗ്വേജും വേർഡിങ്ങും, അതിലെഴുതുന്ന പദങ്ങൾ അല്ലെങ്കിൽ ഭാഷയെല്ലാം ഇൻഫർമൻസിന് അല്ലെങ്കിൽ അത് ഇൻഫർമേഷൻ നമുക്ക് തരുന്ന ആൾ അതിന് മനസ്സിലാകുന്ന തരത്തിലായിരിക്കണം. മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്? ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് കണ്ടെയ്ൻ ടെക്നിക്കൽ ടേംസ് ആൻഡ് വേർഡ്സ് വിത്ത് അൺകോമൺ മീനിങ്. സച്ച് ക്വസ്റ്റ്യൻസ് ലീഡ് ടു ഡിഫറൻറ്റ് ഇൻഫർമേഷൻ ഫ്രം ഡിഫറൻറ്റ് ഇൻഫർമേൻസ്. അതായത് ടെക്നിക്കൽ ടേംസ് എല്ലാം ആവുന്നത്ര ഒഴിവാക്കണം. ടെക്നിക്കൽ ടേംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്നിക്കലായിട്ടുള്ള ടേംസ് എന്ന് കുറേ പറയുന്നില്ലേ, നമ്മൾ പഠിക്കുന്ന പദങ്ങളൊന്നും ചിലപ്പോൾ ഇൻഫർമേഷന് അറിയണമെന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ സർവേയിൽ ഉപയോഗിക്കുന്നത് സാമ്പിൾ, അതിനൊരു സാമ്പിൾ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ കുറച്ച് എവിടെ നിന്നാണ് പോപ്പുലേഷൻ കിട്ടുന്നത്, സാമ്പിൾ, പോപ്പുലേഷൻ, ഡാറ്റ, വാരിയബിൾ, അതൊക്കെ അവരോട് പറഞ്ഞാൽ ശരിയാവില്ല. അതൊക്കെ ടെക്നിക്കൽ ടേംസാണ്. നമ്മളതിന് എന്ത് വിവരമാണ് നമുക്ക് വേണ്ടതെന്നില്ല വളരെ കൃത്യമായിട്ട് പറയണം. ടെക്നിക്കൽ ടേംസ് ഒന്നും അതിൽ ഉൾപ്പെടുത്തിക്കൂടാ. അതിൽ നമുക്ക് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കും. നാലാമത്തെ പോയിൻ്റ് എന്താണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഓർ മൾട്ടിപ്പിൾ ആൻസർ ചോയ്സ് ക്വസ്റ്റ്യൻ ഷുഡ് ബി പ്രിഫേർഡ്. അപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് അധികം യെസ് ഓർ നോ ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്തണം. അതിൽ എന്തായാലും ഉൾപ്പെടുത്തണം. അതേപോലെ മൾട്ടിപ്പിൾ ആൻസർ ചോയ്സ് ക്വസ്റ്റ്യൻ ഷുഡ് ബി പ്രിഫേർഡ്. മൾട്ടിപ്പിൾ ആൻസർ ടൈപ്പ് പറഞ്ഞാൽ ഇങ്ങനെ 4 ഉത്തരം തന്നിട്ട് അതിന് ഒന്ന് സെലക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ പറഞ്ഞത് പേഴ്സണൽ ക്വസ്റ്റ്യൻ ഷുഡ് ബി അവോയ്ഡഡ്. അവരെ വ്യക്തിഹത്യ നടത്തുന്ന ചോദ്യങ്ങളൊന്നും പാടില്ല. വ്യക്തിഹത്യ എന്ന് പറഞ്ഞാൽ അതെന്തെന്ന്, അവരുടെ സ്വഭാവത്തെ പറ്റിയിട്ടുള്ള ചോദിക്കുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നു ഇത് നമ്മളെ ക്യാരക്ടറിനെ ബാധിക്കുന്ന ചോദ്യമാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അടുത്തത്, നെസസറി ഫുട് നോട്ട്സ് ഷുഡ് ബി പ്രൊവൈഡഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില പദങ്ങൾ അല്ലെങ്കിൽ വാചകങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനെ വിശദീകരിക്കാൻ വേണ്ടി താഴെ നമുക്ക് ഫുട് നോട്ട് കൊടുക്കാം. അതൊരു സ്റ്റാർ ഇട്ടിട്ട്, അല്ലെങ്കിൽ എൻ ബി എന്ന് പറയുന്നില്ലേ, നോട്ടീസ് ബോർഡ് എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോം NB എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നില്ലേ, അതേപോലെ ഒരു സ്റ്റാർ ഇട്ടിട്ട് മേലെ ഒരു സ്റ്റാർ ഇടാം, അതിൻ്റെ തന്നെ താഴെ സ്റ്റാർ ഇടാം. അതിന് ഫുട് നോട്ട് എന്ന് പറയും. അതിന് വിശദീകരണം കൊടുക്കുന്നതിന് ഫുട് നോട്ട് എന്ന് പറയും. 6. ഏഴാമത്തത്, യൂഷ്വലി ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഷുഡ് ബി ബിറ്റ്വീൻ 20 and 25. ഒരു ചോദ്യാവലിയിൽ 20നും 25ൻ്റെ ഇടയ്ക്കുള്ള അത്ര ചോദ്യമേ ഉണ്ടാവാൻ പാടുള്ളൂ. 20നും അല്ലെങ്കിൽ 25നും ഇടയ്ക്കുള്ള ചോദ്യങ്ങൾ അത് ചോദ്യാവലിയിൽ ആവാം. അടുത്തത്, എട്ടാമത്തത്, ക്വസ്റ്റ്യൻ ഷുഡ് ഹാവ് എ ലോജിക്കൽ ഓർഡർ. ഈ ചോദ്യാവലിയിൽ നമ്മൾ ചോദ്യങ്ങളെല്ലാം ഒരു ഓർഡറിൽ നമ്മൾ കീപ്പ് ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആദ്യം നെയിം ഓഫ് ദ ഹൗസ് ഓണർ, ആദ്യം ആ ഹൗസ് ഓണറുടെ പേര് ഉണ്ടെങ്കിലേ നമുക്കത് അടുക്കി വെക്കാൻ പറ്റും, നമ്മളെ ചോദ്യാവലിയിൽ അടുക്കി വെക്കാൻ പറ്റും. അല്ലാതെ അവർ കിട്ടിയ വിവരങ്ങളല്ല ആദ്യം വേണ്ടത്. ആദ്യം നെയിം ഓഫ് ഹൗസ് ഓണർ,
അവരെ വീട്ടിൻ്റെ പിന്നെ നമ്പർ, അങ്ങനെ കൃത്യമായിട്ട് ഹൗസ് ഓണർ ഒരു ഹൗസിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട് ഹൗസ് സംബന്ധമായിട്ടുള്ള വിവരം. ആദ്യത്തെ ഒന്നാമത്തെ പിന്നെ ചോദ്യം വേണ്ടത് എന്താണ്? ഓർഡറിൽ ലോജിക്കൽ ഓർഡറിലാകുമ്പോൾ ഒന്നാമത്തെ ചോദ്യം വേണ്ടത് നെയിം ഓഫ് ദ ഹൗസ് ഓണർ. അങ്ങനെ തന്നെയാണ്. അടുത്ത പറയുന്നത് ക്വസ്റ്റ്യൻസ് ഷുഡ് ബി സെൽഫ് എക്സ്പ്ലനേറ്ററി, അതായത് വായിച്ചാൽ സ്വയം അവർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കണം ഉൾപ്പെടുത്തേണ്ടത്. 10ാമത്തെ പറയുന്നത് ക്വസ്റ്റ്യനെയർ ഷുഡ് ബി അട്രാക്റ്റീവ് സോസ് ടു ഇംപ്രസ് ദ ഇൻഫോർമാൻറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ അത് അട്രാക്റ്റീവ് ആയിരിക്കണം. ആദ്യം തന്നെ ഇത് വായിച്ചിട്ടാകുമ്പോൾ ചിലവരിങ്ങനെ ഇത് വായിച്ചിട്ടാകുമ്പോൾ തന്നെ അതിനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എറിയും, അല്ലെങ്കിൽ ഒരു കീറിയിട്ട് ആ കളയുന്ന തരത്തില്ല. ഒന്ന് വായിച്ച് നോക്കിയാൽ ഇതിന് ഉത്തരം നൽകാൻ നമുക്ക് പറ്റും, അല്ലെങ്കിൽ ഉത്തരം കൊടുക്കണം എന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ള ചോദ്യാവലിയായിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. ഈ ചോദ്യങ്ങൾ ആദ്യം തന്നെ അവർക്കൊന്നും മനസ്സിലാവില്ലെങ്കിൽ അവരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളോ അവർക്ക് അല്ലെങ്കിൽ എതിർപ്പുണ്ടാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഉൾപ്പെടുത്തിക്കൂടാ. അടുത്ത പറഞ്ഞത് എന്താണ്? ക്വസ്റ്റ്യൻ ഷുഡ് ബി അൺഅംബിഗ്വസ്. അൺഅംബിഗ്വസ് പറഞ്ഞാൽ വ്യക്തമായിരിക്കണം, ചോദ്യങ്ങൾ വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കണം, വ്യക്തമായിട്ട് പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കണം ഉള്ളത്. അങ്ങനെ 11 പോയിൻറ്റ്സാണ് ഒരു ചോദ്യാവലി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. Once the questionnaire is ready, it is advisable to conduct a pre-test with the questionnaire for a small group. This known as a pilot survey. It helps the investigator to measure the worthiness and reality of these questions. അപ്പോൾ ഒരു ചോദ്യാവലി തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഗ്രൂപ്പിൽ എന്ത് ചെയ്യണം? അത് പ്രീ ടെസ്റ്റ് നടത്താം. അതായത് ഒരു ചെറിയ ഗ്രൂപ്പുകാർക്ക് ചോദ്യാവലി കൊടുത്തിട്ട് വിവരങ്ങൾ ശേഖരിച്ചിട്ട് നമ്മൾ സർവേ നടത്തുന്നതിനാണ് പറയുന്നത് എന്താണ്? പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. അതായത് ആദ്യം ചോദ്യാവലി തയ്യാറാക്കിയിട്ടാകുമ്പോൾ ആ ചോദ്യാവലി ആദ്യം തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് ഫീൽഡിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തല്ല കൊടുക്കുന്നതല്ല, ഒരു ചെറിയൊരു ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ അത് നമ്മൾ കൊടുത്തിട്ട് ഒരു സർവേ നടത്തും. ആ സർവേ നടത്തിയിട്ട് അത് എങ്ങനെയാണ് അതിൻ്റെ പിന്നെ അതിൽ കിട്ടുന്ന വിവരങ്ങൾ, അത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നോ, നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നോ എന്ന് നോക്കിയ ശേഷം മാത്രമേ നമ്മൾ ശരിക്കുള്ള പിന്നെ ഇതെന്താണ് സർവേ നടത്തിക്കൂടൂ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം. അടുത്തത് ഡ്രാഫ്റ്റിംഗ് എ ക്വസ്റ്റ്യനെയർ. ഡ്രാഫ്റ്റിംഗ് എ ക്വസ്റ്റ്യനെയർ പറഞ്ഞാൽ ഒരു ചോദ്യാവലിയുടെ മോഡലാണ്. സാമ്പിൾ ക്വസ്റ്റ്യൻ ഈസ് പ്രിപ്പയർഡ് ബിലോ ഫോർ സ്റ്റഡിങ് ദ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ എ വില്ലേജ്. അപ്പോൾ ഒരു വില്ലേജിൽ താമസിക്കുന്ന ജനങ്ങളുടെ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ്, സോഷ്യോ ഇക്കണോമിക് പറഞ്ഞാൽ സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യാവലിയാണ് ഇവിടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ചോദ്യാവലി ഏത് തരത്തിലുള്ളതായിരിക്കണമെന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ: ക്വസ്റ്റ്യനെയർ ടു കളക്ട് ഡാറ്റ എബൌട്ട് ദ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ പീപ്പിൾ. അത് ഒരു ഹെഡിങ് ആയിട്ട് നമ്മൾ കൊടുത്തു. ഒന്നാമത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒന്നാമത്തെ നെയിം, വീട്ടിൽ പോയി കഴിഞ്ഞാൽ അത് ആരുതെന്ന് അറിയണ്ടേ, നെയിം. രണ്ടാമത്തെ അഡ്രസ്സ്. മൂന്നാമത്തെ മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി, നമ്പർ ഓഫ് മെയിൽസ് എത്ര, നമ്പർ ഓഫ് ഫീമെയിൽസ് എത്ര ഒക്കെ അതിൻ്റെ അകത്ത് എഴുതാം. നാലാമത്തെ ഏജ് ഓഫ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഏജ്, അതായത് ബിലോ 10 എത്ര പേരുണ്ട്, ഈ 10-നും 20-നും ഇടയ്ക്കുള്ളവർ എത്ര പേരുണ്ട്, അങ്ങനെ ആണ് അതിൽ എഴുതേണ്ടത്. അടുത്തത് അഞ്ചാമത്തെ റിസൈഡിങ് ഇൻ ഓൺ ഹൗസ് ഓൺ റെൻ്റൽ, സ്വന്തമായിട്ടുള്ള വീട് അല്ലെങ്കിൽ റെൻ്റൽ വാടക. അടുത്ത ആറാമത്തെ ടൈപ്പ് ഓഫ് ഹൗസ്, വീടിൻ്റെ ടൈപ്പ് ടെമ്പററി ആണോ സ്ട്രക്ചേർഡ് ആണോ, ടെമ്പററി ആണോ ഓലപ്പുരയാണോ അല്ലെങ്കിൽ ഓടിട്ടതോ അല്ലെങ്കിൽ പെർമനൻറ്റ് സ്ട്രക്ചറാണോ. അടുത്ത ടോയ്ലറ്റ് ഫെസിലിറ്റി പ്രോപ്പർ ഇംപ്രോപ്പർ, ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. എട്ടാമത്തത് വാട്ടർ ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളത്, അതായത് അതിൽ എ എന്ന് പറയുന്നത് ഓൺ വെൽ, സ്വന്തമായിട്ട് കിണറുണ്ട്. ബി വാട്ടർ പ്രൊവൈഡഡ് ബൈ ദ പഞ്ചായത്ത് പ്രൊവൈഡ് ചെയ്യുന്ന വാട്ടർ. അങ്ങനെ ഓരോന്നിനും സബ് ആൻസർ ഉണ്ട്, പല ആൻസർ ഉണ്ട്. അതിൽ ഏതാണെന്ന് ശരി നോക്കിയിട്ട് അവർക്ക് ഏതെല്ലാം ഉണ്ടെന്നില്ല ടിക്ക് ചെയ്യാൻ വേണ്ടത്. ചിലത് ടിക്ക് ചെയ്യണം, ചിലത് നമ്പർ എഴുതണം. അത് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അടുത്ത 9ാമത്തെ ഇലക്ട്രിഫൈഡ് ഹോം, യെസ് ആണെങ്കിൽ അവിടെ ടിക്ക് ചെയ്യണം, നോ ആണെങ്കിൽ അപ്പുറത്ത്. 10ാമത് ഡീറ്റെയിൽസ് ഓഫ് ഇലക്ട്രോണിക് ഐറ്റംസ് ഇൻ ഹൗസ്, അവിടെ കണ്ടില്ലേ ബൾബ്സ്, റെഫ്രിജറേറ്റർ, അതിലെ എണ്ണാണ് എഴുതേണ്ടത്. റൈറ്റ് നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ഈച്ച് ബോക്സ്, അവിടെ അങ്ങനെല്ലാം എഴുതി കഴിഞ്ഞാൽ അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ എന്താക്കും, ബൾബിൻ്റെ അവിടെ ടിക്കിടും, റെഫ്രിജറേറ്ററിൻ്റെ അവിടെ ടിക്കിടും. അപ്പോൾ ഈ ഇൻഫർമേഷന് കാര്യങ്ങൾ വ്യക്തമാക്കണമെങ്കിൽ ഇങ്ങനെ ഒന്നെങ്കിൽ ബ്രാക്കറ്റിൽ അല്ലെങ്കിൽ ഫുട് നോട്ട് കൊടുക്കണം. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് നല്ലത്. അടുത്ത 11ാമത്തെ മോഡ് ഓഫ് കുക്കിംഗ്, എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്, വുഡ് കൊണ്ട്, കെറസീന്, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, അതിൽ ഏതാണെന്ന് നോക്കിയിട്ട് അത് ടിക്ക് ചെയ്യേണ്ടത്.
ചിലത് ടിക്ക് ചെയ്യേണ്ടത്, ചിലത് നമ്പർ ഇട്ടത്. അത് ഒരു ക്വസ്റ്റ്യനെയർ വായിച്ചിട്ടാകുമ്പോൾ ഇൻഫർമേഷന് മനസ്സിലാകുന്ന തരത്തിലുള്ള ചോദ്യമായിരിക്കണം വേണ്ടത്. ഒക്കുപേഷൻ, ഗവൺമെൻറ് സർവീസ് ആണെങ്കിൽ അത്, നോൺ ഗവൺമെൻറ്, അങ്ങനെ ഓരോന്നുണ്ട്. 13 മന്ത്ലി ഇൻകം ഓഫ് ഫാമിലി. ഫാമിലിയുടെ മന്ത്ലി ഇൻകം എഴുതുന്നില്ല, റേഞ്ച് അങ്ങനെ എഴുതണം. ബിലോ 8,000 to 20,000 അങ്ങനെ എഴുതാം. അടുത്തത് 14 ദ എമൗണ്ട് യു മന്ത്ലി സ്പെൻഡ് ഫോർ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ. നിങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവാക്കുന്നത് എത്ര? അത് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. അടുത്തത് ഡു യു ഓൺ എ പ്രൈവറ്റ് വെഹിക്കിൾ. നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ഉണ്ടോ, സ്വന്തമായിട്ടുള്ള വെഹിക്കിൾ ഉണ്ടോ? 16 ഇഫ് യെസ് ഗീവ് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻ ഈച്ച് കാറ്റഗറി. 2 വീലർ എത്ര ഉണ്ട്, 3 വീലർ എത്ര ഉണ്ട്, കാർ എത്ര ഉണ്ട്, അതേഴ്സ് എത്ര ഉണ്ട്. 17 ദ അപ്രോപ്രിയേറ്റ് മന്ത്ലി എക്സ്പെൻഡിച്ചർ. നിങ്ങളെ ഒരു മാസം ചിലവ് എത്ര ഉണ്ടാവുന്നത്. ഇതെല്ലാം ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ എഴുതാം. അടുത്ത 18 വുഡ് യു പ്രിഫർ ആൻ ഔട്ടിങ് ഒക്കേഷണലി വിത്ത് യുവർ ഫാമിലി. നിങ്ങൾ ഔട്ടിങ്ങിന് പോകാറുണ്ടോ? 19 ഇഫ് യെസ് വാട്ട് വിൽ ബി യുവർ ബഡ്ജറ്റ് ഫോർ എ സിംഗിൾ ട്രിപ്പ്. ഒരു സിംഗിൾ ട്രിപ്പിന് എത്ര പൈസ നിങ്ങൾ ചിലവാക്കുന്നത്? 20 ആർ യു ഏബിൾ ടു പ്രോപ്പർലി മെയിൻറ്റെയിൻ യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വിത്ത് യുവർ ആക്ച്വൽ ഇൻകം. നിങ്ങളുടെ ആക്ച്വൽ ഇൻകം കൊണ്ട് നിങ്ങൾക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? യെസ് ഉണ്ട്, നോ ഉണ്ട്. 21 ഇനി അതർ ഇൻഫർമേഷൻ റിഗാർഡിങ് യുവർ ഫാമിലി. കൂടുതലായിട്ട് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അവിടെ ഡീറ്റെയിൽസ് എഴുതാം. അത് ഗീവ് ഡീറ്റെയിൽസ് ഇൻ 1 or 2 സെൻറ്റൻസ്. അപ്പോൾ ഇതാണ് ഒരു ചോദ്യാവലിയുടെ മാതൃക. ഇങ്ങനെയുള്ള ചോദ്യാവലി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളോട് പരീക്ഷക്കെല്ലാം ചോദിക്കാറുണ്ട്. അതായത് 10ാം ക്ലാസ്സിലെ നിങ്ങളുടെ ക്ലാസ്സിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ 20നും 30നും ഇടയിലുള്ള യുവാക്കളുടെ സ്മോക്കിംഗ് ഹാബിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യാവലി നിങ്ങൾ തയ്യാറാക്കുക എന്ന് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യോ എക്കണോമിക് സർവേനെ പറ്റി, ഒരു സോഷ്യൽ സർവേനെ പറ്റിയിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യാവലി നിങ്ങളോട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കണം. 20നും 25ൻ്റെ ഇടയിലായിരിക്കണം ചോദ്യാവലിയിൽ ചോദ്യത്തിൻ്റെ എണ്ണം. വളരെ കൃത്യമായിട്ട് ആ ചോദ്യങ്ങളായിരിക്കണം വേണ്ടത്. ആ 11 പോയിൻറ്റിലൂടെ ചോദ്യാവലി കവർ ചെയ്യണം. അതായത് ആ ചോദ്യാവലി ഉണ്ടാക്കുമ്പോൾ 11 പോയിൻ്റ് നമ്മൾ ഓർത്തിരിക്കണം. ഇത്രയും ഈ ക്ലാസ്സിൽ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.